ഹലോ സ്റ്റുഡൻസ്, SSLC മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള ഉത്തരങ്ങളുടെ വിശകലനമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെയും കാണുക. ആദ്യത്തെ ചോദ്യം, എന്തെന്നില്ലാതെ അയാളെ വല്ലാതെ അപകർഷപ്പെടുത്തിയിരുന്ന അവളുടെ വര, ചിത്രകാരി എന്ന കഥയിൽ നിന്നാണ്. അടിവരയിട്ട പദത്തിന് സമാനാർത്ഥം വരുന്ന പദമേത്? അപ്പോൾ അലോസരപ്പെടുത്തിയിരുന്ന എന്നതാണ് അടിവരയിട്ടിരുന്ന പദം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി ആയിരുന്നു നമ്മുടെ ഉത്തരം. ശല്യപ്പെടുത്തുക എന്നതാണ്. അതായത് ചിത്രകാരി എന്ന ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ നായികയായ ഫിസയുടെ ചിത്രരചനയിലുള്ള കഴിവും അവളുടെ സർഗാത്മകമായ ലോകവും ഭർത്താവായ ഹാഫിസിനെ മാനസികമായി അസ്വസ്ഥനാക്കിയിരുന്നു. അവളുടെ വരകൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരുതരം അലോസരം, ശല്യമായിരുന്നു. ഈ അർത്ഥത്തിലാണ് അലോസരപ്പെടുത്തുക എന്ന പദം കഥയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തവയിൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയത് ഏതാണ്? മാതാപിതാക്കൾ, മാതാവും പിതാവും, മണിമുഴക്കം, മണിയാകുന്ന മുഴക്കം, ആനന്ദാശ്രുക്കൾ, ആനന്ദത്താലുള്ള അശ്രുക്കൾ, അഭിപ്രായ പ്രകടനം, അഭിപ്രായവും പ്രകടനവും. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1ഉം 4ഉം 2ഉം 4ഉം ശരി, 4 മാത്രം ശരി, 1ഉം 3ഉം ശരി, 2 മാത്രം ശരി. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. മാതാപിതാക്കൾ, മാതാവും പിതാവും. മണിമുഴക്കം എന്നത് മണിയുടെ മുഴക്കമാണ്. അതുപോലെ തന്നെ 4 അഭിപ്രായ പ്രകടനം എന്നത് അഭിപ്രായത്തിൻ്റെ പ്രകടനം എന്നതാണ്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. മാതാപിതാക്കളും ആനന്ദാശ്രുക്കളും കൃത്യമായിട്ടാണ് വിഗ്രഹിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ്. ഇനി ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും എൻ്റെ ഭാഷ. ഈ വരികളിൽ പഞ്ചമവേദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് രാമായണം, ഋഗ്വേദം, ഭഗവത്ഗീത, മഹാഭാരതം. നമുക്കറിയാം വേദങ്ങൾ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, സോമവേദം എന്നിങ്ങനെ 4 വേദങ്ങളാണുള്ളത്. അതിൽ 5ാമത്തെ വേദമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ്? മഹാഭാരതമാണ്. അപ്പോൾ മഹാഭാരതമാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരുവെയിലിൽ അവനും കുളിർമ നൽകും. 4ാമത്തെ ചോദ്യമാണ്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വരികളുടെ ആശയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏതാണ്? സ്നേഹമാണ് അല്ലേ? സ്നേഹം എന്നതായിരുന്നു ഉത്തരം. ഇനി ചോദ്യം 5ആണ്. ഹൃദ്യം സ്വഭാഷതൻ ശിഖരം ഓരോന്ന് മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ എൻ്റെ ഭാഷ എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തുള്ളതാണ്. ഭാഷയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് വരികളിൽ വർണ്ണിക്കുന്നത്? മാതൃഭാഷ ഹൃദ്യമായ അനുഭവമാണെന്നും അത് മനസ്സിലാക്കുന്ന പൂവിൽ, അതായത് ചിത്തതാരിൽ തേനായി അലിഞ്ഞു ചേരുന്നു എന്നും കവി വരികളിൽ വർണ്ണിക്കുന്നു. അന്യഭാഷകൾ പുറമേ കാണുന്ന മുത്തുകൾ പോലെ ആകർഷകമാണെങ്കിലും മാതൃഭാഷ നമ്മുടെ ആത്മാവിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ്. അമ്മിഞ്ഞ പാലിലൂടെ ലഭിക്കുന്ന അറിവ് പൂർണ്ണതയിലെത്തുന്നത് സ്വന്തം ഭാഷയിലൂടെയാണെന്ന പ്രത്യേകതയും കവിത മുന്നോട്ട് വയ്ക്കുന്നു. ചോദ്യം 6, അർത്ഥവ്യത്യാസം വരാതെ 3 വാക്യമാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു. ഇതിനെ 1 ഒരു മരം വിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്നു. 2 അതിൻ്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികളുണ്ട്. 3 അവ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും അവിടെ കഴിയുന്നു. ചോദ്യം 7ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ, ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ എ ആണ്. ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. വരികളിൽ തെളിയുന്ന അർത്ഥസൂചനകൾ കുറിക്കുക. ഉത്തരം, ഗോത്രജനത പണ്ട് ഓടിച്ചാടി നടന്ന മണ്ണും കല്ലുകളും നഗരവൽക്കരണത്തിൻ്റെയും പ്രകൃതി ചൂഷണത്തിൻ്റെയും ഭാഗമായി റോഡുകളും അങ്ങാടികളുമായി മാറി എന്ന ആശയമാണ് ഇവിടെയുള്ളത്. മരങ്ങളിൽ പായൽ പിടിച്ച് വഴുക്കലായത് ഗോത്ര സമൂഹത്തിന് പ്രകൃതിയിലുണ്ടായിരുന്ന സുരക്ഷിതത്വം നഷ്ടപ്പെട്ടതിനെയും അവരവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടതിനെയും സൂചിപ്പിക്കുന്നു. സ്വന്തം മണ്ണിൽ നിന്ന് മനുഷ്യൻ അന്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെയും പ്രകൃതിയുമായുള്ള ജൈവബന്ധം മുറിഞ്ഞു പോകുന്നതിൻ്റെയും പ്രതീകമാണ്. ചോദ്യം 7ൻ്റെ ബി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരാറ്റം ബോംബായിരുന്നു. ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗത്തു നിന്നാണ്. ഈ നിരീക്ഷണത്തിൻ്റെ പൊരുൾ വ്യക്തമാക്കുക. ഉത്തരം,
വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെയാണ് കെ. കേളപ്പൻ ആറ്റം ബോംബ് എന്ന് വിശേഷിപ്പിച്ചത്. ഏറ്റവും ചെറിയ ഒരു അണു അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ അത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും. കാണുമ്പോൾ അസാധാരണത്വം ഒന്നും തോന്നിക്കാത്ത വി.ടി. എന്ന വ്യക്തിയുടെ ചിന്താഗതി ആ കാലഘട്ടത്തിലെ നമ്പൂതിരി സമുദായത്തെ അമ്പരപ്പിക്കുകയും പിടിച്ചു കുലുക്കുകയും ചെയ്തു. യാതൊരുവിധ മാറ്റങ്ങൾക്കും വിധേയമാകാതെ അന്ധതയിൽ ആണ്ടു കിടന്നിരുന്ന ഒരു സമുദായമായിരുന്നു അക്കാലത്തെ നമ്പൂതിരി സമുദായം. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നാടകം വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. പാറ പോലെ ഉറച്ചുപോയ ആചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും വൻമതിലുകളെ പുറത്തുനിന്ന് ആക്രമിച്ചു മാറ്റാൻ സാധിക്കുമായിരുന്നില്ല. ആ കോട്ട ഭേദിക്കാൻ സമുദായത്തിന് ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു പൊട്ടിത്തെറി ആവശ്യമായിരുന്നു. വി.ടി. തൻ്റെ നാടകത്തിലൂടെ നിർവഹിച്ചത് ഈ ദൗത്യമാണ്. ഒരു ആറ്റം ബോംബ് വീഴുമ്പോഴുണ്ടാകുന്ന ആഘാതം പോലെ ഈ നാടകം സമുദായത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ചോദ്യം 8. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ. ഖൽബിലെ നിലാവ് വരികളിലെ കാവ്യഭംഗി വിശദമാക്കുക. ഉത്തരം കെ.ടി. മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ പ്രശസ്തമായ പ്രണയഗാനമാണ് ഖൽബിലെ നിലാവ്. നായികയുടെ അസാധാരണമായ സൗന്ദര്യത്തെയും നായകൻ്റെ പ്രണയാതുരമായ കാത്തിരിപ്പിനെയുമാണ് ഈ വരികൾ ആവിഷ്കരിക്കുന്നത്. ഈ വരികളിലെ കാവ്യഭംഗി: 1. മനോഹരമായ ബിംബകൽപ്പന. നിലാവിനെ പൂക്കളായി സങ്കല്പിച്ചിരിക്കുകയാണ് കവി. പൂനിലാവ് വന്ന് പൂവിതറുന്നു എന്ന് പറയുമ്പോൾ നിലാവാകുന്ന പൂക്കൾ ഭൂമിയിൽ വീണ് കിടക്കുന്നു എന്ന അതീവ ഹൃദ്യമായ ഒരു വാഗ്മയ ചിത്രം വായനക്കാരൻ്റെ മനസ്സിൽ തെളിയുന്നു. 2. ഉപമയും അതിശയോക്തിയും. പ്രകൃതി സൗന്ദര്യത്തെക്കാൾ മനോഹരിയാണ് നായികയെന്ന് കവി സ്ഥാപിക്കുന്നു. പൂനിലാവാകുന്ന പൂക്കൾ വിതറിക്കിടക്കുന്ന ഉദ്യാനത്തിൽ അവൾ പൂറാണിയായി, അതായത് പൂക്കളുടെ രാജ്ഞിയായി പൂത്തു നിൽക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് നായികയുടെ സൗന്ദര്യത്തിൻ്റെ ഉന്നതിയെ കാണിക്കുന്നു. 3. ശബ്ദഭംഗിയും ആവർത്തനവും. പൂത്തു നിൽക്കുന്നോളെ എന്ന പ്രയോഗത്തിൻ്റെ ആവർത്തനം വരികൾക്ക് സംഗീതാത്മകതയും താളവും നൽകുന്നു. ആദ്യാക്ഷരപ്രാസവും മാപ്പിളപ്പാട്ട് ശൈലിയും ഈ ഗാനത്തിൻ്റെ ലാളിത്യവും മാധുര്യവും ഈ വരികളിൽ പ്രകടമാണ്. 4. കാൽപ്പനികമായ അന്തരീക്ഷം. ചന്ദ്രൻ, നിലാവ്, പൂക്കൾ തുടങ്ങിയ പ്രകൃതി ഘടകങ്ങളെ നായികയുടെ രൂപഭാവങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് അതികാൽപ്പനികമായ ഒരു അന്തരീക്ഷം ഒരുക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. ചോദ്യം 9. മകനെ, നീ ആശിക്കുന്നത് പോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. ജോസിൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അദ്ദേഹം വാത്സല്യപൂർവ്വം അവൻ്റെ തോളിൽ തട്ടി. ആനന്ദാശ്രുക്കൾ. സൂചനയും പാഠവും വിശകലനം ചെയ്ത് ഫാദർ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കുറിക്കുക. ഉത്തരം സാറ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്തെ ഏറ്റവും ഹൃദ്യമായ കഥാപാത്രമാണ് ഫാദർ ഫ്രാൻസിസ്. അനാഥാലയത്തിൽ വളരുന്ന ജോസ് എന്ന ബാലൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വെളിച്ചമായി മാറുന്നത് അദ്ദേഹമാണ്. ഫാദർ ഫ്രാൻസിസിൻ്റെ സ്വഭാവ സവിശേഷതകൾ: 1. അനുകമ്പയും വാത്സല്യവും. കുട്ടികളോട് വളരെയധികം അനുകമ്പ കാണിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. വൈകുന്നേരങ്ങളിൽ മറ്റുള്ളവരോടൊപ്പം കളിക്കാൻ പോകാതെ വിഷാദനായി ഇരിക്കുന്ന ജോസിനെ അരികിലേക്ക് വിളിച്ച് അവൻ പറയാതെ തന്നെ അവൻ്റെ വിഷമങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നു. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിക്കരുത് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ കനിവിനെയാണ് സൂചിപ്പിക്കുന്നത്. 2. സ്നേഹനിധിയായ പിതാവ്. ഈശോയുടെ വേലയ്ക്കായി കുടുംബം ഉപേക്ഷിച്ച വ്യക്തിയാണെങ്കിലും ജോസിനോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക മമതയുണ്ട്. എല്ലാവരെയും ഒരേപോലെ കാണേണ്ടവനാണെങ്കിലും ജോസിനെ സ്വന്തം മകനെ പോലെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്. ജോസിൻ്റെ തോളിൽ വാത്സല്യപൂർവ്വം തട്ടുന്ന അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ജോസിന് വലിയൊരു താങ്ങായി മാറുന്നു. 3. വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നയാൾ. ജോസിൻ്റെ പഠനത്തിനുള്ള താൽപ്പര്യത്തെയും കഴിവിനെയും ഫാദർ ഫ്രാൻസിസ് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. അനാഥത്വത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷാ ഫലം വന്നപ്പോൾ ജോസിൻ്റെ വിജയം നേരിട്ട് അറിയിക്കാനും അവനെ തുടർന്ന് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും അദ്ദേഹം മുൻകൈയെടുക്കുന്നു. ചങ്ങനാശ്ശേരി സെൻറ് പീറ്റേഴ്സ് കോളേജിൽ അവനെ ചേർത്ത് പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. 3. ആത്മീയ മാർഗദർശി.
നിരാശയുടെ നിമിഷങ്ങളിൽ ജോസിന് ആത്മീയമായ കരുത്തു പകരുന്നത് ഫാദറാണ്. ആരുമില്ലെന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടി അശരണരുടെ ആശ്വാസം ദൈവത്തിലാണെന്ന് അദ്ദേഹം ജോസിനെ ബോധ്യപ്പെടുത്തുന്നു. അനാഥത്വത്തിന്റെ ഇരുട്ടിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് പ്രത്യാശയുടെയും സ്വപ്നങ്ങളുടെയും ചിറകുകൾ നൽകുന്ന ദൈവദൂതനായാണ് ഫാദർ ഫ്രാൻസിസ് ഈ കഥയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ചോദ്യം 10. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്കവേണം. വള്ളത്തോൾ: നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു. അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. നെൽസൺ മണ്ടേല: മുകളിൽ നൽകിയ സൂചനകളിലെ മാതൃഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷ. മഹാകവി വള്ളത്തോളിൻ്റെയും നെൽസൺ മണ്ടേലയുടെയും വരികൾ മാതൃഭാഷയുടെ വൈകാരികവും വൈജ്ഞാനികവുമായ പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലും അവന് അറിവിൻ്റെ പുതിയ ലോകങ്ങൾ തുറന്നു നൽകുന്നതിലും മാതൃഭാഷയ്ക്കുള്ള പങ്ക് ഈ വരികളിൽ വ്യക്തമാണ്. ഏതൊരു വേദവും ശാസ്ത്രമോ കാവ്യമോ ഒരാളുടെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ തന്നെ കേൾക്കണമെന്ന് വള്ളത്തോൾ നിരീക്ഷിക്കുന്നു. നെൽസൺ മണ്ടേലയുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നത് തലച്ചോറിനെ, അതായത് ബുദ്ധിയെ മാത്രമാണ് സ്പർശിക്കുന്നത്. എന്നാൽ സ്വന്തം ഭാഷയിൽ, മാതൃഭാഷയിൽ സംസാരിക്കുന്നത് നേരിട്ട് ഹൃദയത്തിലേക്കാണ് സ്പർശിക്കുന്നത്. ഈ രണ്ട് നിരീക്ഷണങ്ങളും മാതൃഭാഷയെ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്നു. ഉന്നത ബിരുദങ്ങൾ നേടുന്നതിനേക്കാൾ ഉപരിയായി ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ് ഉണ്ടാകാൻ കാര്യങ്ങൾ സ്വന്തം ഭാഷയിൽ മനസ്സിലാക്കുന്നതാണ് ഉത്തമമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മാതൃഭാഷയിലൂടെ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിയുകയും അവ വ്യക്തമായി വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വള്ളത്തോൾ മാതൃഭാഷയെ പെറ്റമ്മയോടും മറ്റു ഭാഷകളെ വളർത്തമ്മമാരോടുമാണ് ഉപമിക്കുന്നത്. വളർത്തമ്മമാർ ജീവിതത്തിൽ ആവശ്യമാണെങ്കിലും കുഞ്ഞിൻ്റെ പരിപൂർണ വളർച്ചയ്ക്ക് അമ്മയുടെ സ്നേഹവും വാത്സല്യവും അമ്മിഞ്ഞപ്പാലും അനിവാര്യമാണ്. മാതൃഭാഷാധിഷ്ഠിത പഠനത്തിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് പൂർണ്ണമായ വികാസം നേടാൻ സാധിക്കൂ. മാതൃഭാഷയുടെ ഓരോ തുള്ളിയും മനസ്സാകുന്ന പൂവിൽ തേനായി അലിഞ്ഞു ചേരുമ്പോൾ അന്യഭാഷകൾ പുറമേ മിന്നി നിൽക്കുന്ന മുത്തുകൾ മാത്രമാണെന്ന് കവി പറയുന്നു. സ്വന്തം ഭാഷയിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമേ മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാവുകയുള്ളൂ. അറിവ് കേവലം വിവരശേഖരണമല്ല, മറിച്ച് അത് ഹൃദയത്തിൽ പതിയേണ്ട അനുഭവമാണ്. ഇത്തരം അനുഭവങ്ങൾ പൂർണ്ണതയിലേക്കെത്താൻ മാതൃഭാഷ തന്നെ മാധ്യമമാകണമെന്ന കാഴ്ചപ്പാടാണ് വള്ളത്തോളിൻ്റെയും നെൽസൺ മണ്ടേലയുടെയും വാക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചോദ്യം 11 എ. അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹ്യമായ ഇടപെടലിലൂടെയാണ്. വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ലേഖകന്റെ നിരീക്ഷണത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: അറിവ് നിർമ്മാണം ഒരു സാമൂഹിക പ്രക്രിയ. CM മുരളീധരൻ എഴുതിയ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന ലേഖനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളിൽ ഒന്നാണിത്. അറിവ് എന്നത് കേവലം വ്യക്തിപരമായ ഒരു സമ്പാദ്യമല്ലെന്നും മറിച്ച് അത് സമൂഹത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്നും ലേഖകൻ സമർത്ഥിക്കുന്നു. അറിവ് നിർമ്മാണം എന്നത് വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് ഒരു സാമൂഹിക പ്രക്രിയയാണ്. സമൂഹത്തിലെ വിവിധ ഘടകങ്ങളുമായി ഇടപഴകുമ്പോഴാണ് വിവരങ്ങൾ അറിവായി പരിണമിക്കുന്നത്. ഒരു വിജ്ഞാന സമൂഹം എന്നത് പുതിയ അറിവുകൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലേക്കും വിതരണം ചെയ്യുക കൂടി ചെയ്യുന്ന ഒന്നാണ്. നാം വിദ്യാലയങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അറിവിൻ്റെ അടിസ്ഥാനം മാത്രമാണ്. എന്നാൽ ഈ വിദ്യ ക്ലാസ് മുറികൾക്ക് പുറത്തുള്ള ലോകത്ത് പ്രയോഗിക്കുമ്പോഴും മറ്റുള്ളവരുമായി സംവദിക്കുമ്പോഴുമാണ് അത് പൂർണ്ണമായ അറിവായി മാറുന്നത്. അറിവ് വിനിമയം ചെയ്യപ്പെടുമ്പോഴാണ് അതിന് ജീവൻ ലഭിക്കുന്നത്. സാമൂഹികമായ ഇടപെടലുകൾ സാധ്യമാകുന്നത് ഭാഷയിലൂടെയാണ്. സമൂഹത്തിൻ്റെ ഭാഷയിലൂടെ മാത്രമേ അറിവ് നേടാനും കൈമാറാനും സാധിക്കൂ. മാതൃഭാഷ ഗ്രഹിക്കുമ്പോഴാണ് ഒരു വിഷയത്തിൽ യഥാർത്ഥ അവഗാഹമുണ്ടാവുക. അതിനാൽ തന്നെ മാതൃഭാഷാധിഷ്ഠിത പഠനം അറിവ് നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. പുതിയ അറിവുകളെ നാടിൻ്റെ തനത് അറിവുകളുമായി സമന്വയിപ്പിക്കാൻ കഴിയുന്ന സമൂഹമാണ് വൈജ്ഞാനിക സമൂഹം. ഇത്തരത്തിൽ വിജ്ഞാനം പ്രസരിപ്പിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ജനജീവിതം മെച്ചപ്പെടുത്താനും നാടിൻ്റെ
സാമ്പത്തിക രാഷ്ട്രീയ പുരോഗതി ഉറപ്പുവരുത്താനും സാധിക്കൂ. അറിവ് എന്നത് കൈമാറ്റം ചെയ്യപ്പെടും തോറും വളരുന്ന ഒന്നാണ്. ക്ലാസ് മുറിയിലെ പഠനം അർത്ഥപൂർണമാകണമെങ്കിൽ അത് സാമൂഹ്യമായ ഇടപെടലുകളിലേക്കും ചർച്ചകളിലേക്കും നയിക്കപ്പെടണമെന്ന ലേഖകന്റെ കാഴ്ചപ്പാട് പുതിയ കാലത്ത് ഏറെ പ്രസക്തമാണ്. ചോദ്യം 11 ബി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ, തൻ ഭാഷ താൻ, എൻ്റെ ഭാഷ. മാതൃഭാഷയിൽ പഠിക്കുമ്പോൾ കുട്ടികൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നു. സൂചനയും പ്രസ്താവനയും വിലയിരുത്തി മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: മാതൃഭാഷ അറിവിൻ്റെയും വളർച്ചയുടെയും അടിസ്ഥാനം. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികളും മാതൃഭാഷാ പഠനത്തെക്കുറിച്ചുള്ള നിരീക്ഷണവും വിരൽ ചൂണ്ടുന്നത് മാതൃഭാഷ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വഹിക്കുന്ന അനിവാര്യമായ പങ്കിലേക്കാണ്. കവി മാതൃഭാഷയെ പെറ്റമ്മയോടും മറ്റു ഭാഷകളെ ധാത്രിമാരോടും, അതായത് വളർത്തമ്മമാരോടുമാണ് ഉപമിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വളർത്തമ്മമാരുടെ പരിചരണത്തെക്കാൾ പ്രാധാന്യം സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞപ്പാലാണ് എന്ന് കവി സമർത്ഥിക്കുന്നു. അതുപോലെ അന്യഭാഷകൾ അറിവ് നേടാൻ സഹായിക്കുമെങ്കിലും ഒരു വ്യക്തിയുടെ വൈജ്ഞാനികവും വൈകാരികവുമായ പൂർണ്ണതയ്ക്ക് മാതൃഭാഷ തന്നെ വേണം. ഏതൊരു വേദവും ശാസ്ത്രവും കാവ്യവും ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ തന്നെ കേൾക്കണം. ഉന്നത ബിരുദങ്ങൾ നേടുന്നതിനേക്കാൾ ഉപരിയായി ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ് ഉണ്ടാകാൻ കാര്യങ്ങൾ സ്വന്തം ഭാഷയിൽ ഗ്രഹിക്കുന്നതാണ് ഉചിതം. മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് പുതിയൊരു ഭാഷ പഠിക്കേണ്ട ഭാരമില്ലാതെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാതൃഭാഷ എന്നത് വെറുമൊരു വിനിമയ മാധ്യമമല്ല, മറിച്ച് അത് വികാരത്തിൻ്റെയും ചിന്തയുടെയും ഭാഷയാണ്. ഒരാൾക്ക് സ്വാഭാവികമായി ചിന്തിക്കാനും സ്വപ്നം കാണാനും കഴിയുന്നത് മാതൃഭാഷയിലാണ്. വിദേശ ഭാഷയിലൂടെയുള്ള പഠനം കുട്ടികൾക്ക് പലപ്പോഴും കഠിനമായ ഒരു ഭാരമായി മാറുന്നു എന്ന് മഹാത്മാഗാന്ധി നിരീക്ഷിച്ചിട്ടുണ്ട്. അറിവ് നിർമ്മാണം എന്നത് ഒരു സാമൂഹിക പ്രക്രിയയാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അർത്ഥപൂർണമാകുന്നത് സമൂഹവുമായുള്ള ഇടപെടലുകളിലൂടെയാണ്. അതിന് സമൂഹത്തിൻ്റെ ഭാഷയായ മാതൃഭാഷ തന്നെ ഉപയോഗിക്കണം. ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിലും അവന് ലോകത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നൽകുന്നതിലും മാതൃഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. അതിനാൽ തന്നെ പഠനമാധ്യമം മാതൃഭാഷയാക്കുന്നത് കുട്ടികളുടെ സ്വാഭാവികമായ വികാസത്തിന് അനിവാര്യമാണ്. ചോദ്യം 12 എ. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആളു കൂടുമ്പോൾ ഓളുടെ വരയും കുറിയും. പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ. അയാൾക്ക് ഒന്നും പിടികിട്ടുന്നതേയില്ല. ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. ചിത്രകാരി. സൂചനകളും കഥയും വിശകലനം ചെയ്ത് ചിത്രകാരി എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ഉത്തരം: ചിത്രകാരി. സർഗാത്മകതയും ദാമ്പത്യവും തമ്മിലുള്ള സംഘർഷം. E.K. ഷാഹിനയുടെ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണ് ചിത്രകാരി. സർഗാത്മക പ്രതിഭയുള്ള ഒരു സ്ത്രീയുടെ ആന്തരിക ലോകവും അവൾ ജീവിക്കുന്ന യാഥാസ്ഥിതികമായ കുടുംബ വ്യവസ്ഥിതിയും തമ്മിലുള്ള സംഘർഷമാണ് ഈ കഥയുടെ പ്രമേയം. ഫിസ എന്ന ചിത്രകാരിയുടെയും അവളുടെ കഴിവിനെ പുച്ഛത്തോടെ കാണുന്ന ഭർത്താവ് ഹാഫിസിന്റെയും ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഹാഫിസിന്റെ ഉമ്മ ഫിസയോട് പറയുന്ന മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആളു കൂടുമ്പോൾ ഓളുടെ വരയും കുറിയും എന്ന വാക്കുകൾ സ്ത്രീയുടെ കലയോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെയാണ് തുറന്നുകാട്ടുന്നത്. കലയേക്കാൾ പ്രാധാന്യം അടുപ്പത്തെ പണിക്കാണെന്നും പുരുഷന്മാർക്ക് വായ്ക്ക് രുചിയായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പെണ്ണുങ്ങളുടെ പണിയെന്നും അവർ വിശ്വസിക്കുന്നു. ഫിസയുടെ വരകളെ വെറും വരയും കുറിയുമെന്ന് വിളിച്ച് നിസ്സാരവൽക്കരിക്കുന്നതിലൂടെ അവളുടെ സർഗാത്മകതയെ അടിച്ചമർത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഹാഫിസിന്റെ അപകർഷതയും അജ്ഞതയും ഫിസ വരയ്ക്കുന്ന ചിത്രങ്ങളിലെ പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ. അയാൾക്ക് ഒന്നും പിടികിട്ടിയതേയില്ല എന്ന വരികൾ ഹാഫിസിന്റെ ഇടുങ്ങിയ ലോകത്തെ സൂചിപ്പിക്കുന്നു. പണം, ഭക്ഷണം, വിനോദം എന്നിവയിൽ മാത്രം താല്പര്യമുള്ള ഹാഫിസിന് ഫിസയുടെ കലാലോകം അന്യമാണ്. തൻ്റെ ഭാര്യ വലിയൊരു കലാകാരിയാണെന്ന തിരിച്ചറിവ് അയാളിൽ അപകർഷതാബോധവും അസഹിഷ്ണുതയുമാണ് ഉണ്ടാക്കുന്നത്. ഫിസയുടെ നിശബ്ദതയെ അഹങ്കാരമായി കാണുന്ന ഹാഫിസ് അവളുടെ കയ്യിലെ ബ്രഷ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തൻ്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. കഥയുടെ അവസാനം ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു എന്ന സന്ദർഭം അതീവ പ്രതീകാത്മകമാണ്. തൻ്റെ ദാമ്പത്യ ജീവിതം പോലെ തന്നെ അപൂർണമായ ആ ചിത്രം ഫിസ കൈ കഴുകി കളയുമ്പോൾ തനിക്ക് സ്വാതന്ത്ര്യം നൽകാത്ത ആ ജീവിതം വേണ്ടെന്ന് വെച്ച്
കലയുടെ ആനന്ദത്തിലേക്ക് അവൾ കടന്നു പോകുന്നു എന്ന സൂചനയാണ് കഥാകൃത്ത് നൽകുന്നത്. ആ മഞ്ഞപ്പച്ച ഛായങ്ങൾ കഴുകിക്കളയുന്നതിലൂടെ യാഥാസ്ഥിതിക ചിന്താഗതികളിൽ നിന്നുള്ള ഫിസയുടെ മോചനമാണ് നാം കാണുന്നത്. ചുരുക്കത്തിൽ തൻ്റെ അസ്തിത്വം നിലനിർത്താൻ സ്ത്രീ കരുത്താർജിക്കണമെന്ന വലിയ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. ചിത്രകാരിയിലെ ഓരോ ചിത്രവും ഫിസയുടെ ആന്തരിക ലോകത്തെയും അവൾ അനുഭവിക്കുന്ന വിങ്ങലിനെയും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ പൂർണ്ണമായും വിജയിക്കുന്നു. ചോദ്യം 12-B. വീട് തോറുമേ കണി നിരന്നിട്ട് അതിൽ വിളയാടുമോ നീ, എല്ലാവർക്കും അന്നപൂർണയാം ദേവി. വിഷുക്കണി. കാവ്യഭാഗവും കവിതയിലെ മറ്റു സൂചനകളും പരിഗണിച്ച് സാമൂഹ്യനീതിയും മനുഷ്യനന്മയും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉത്തരം: സാമൂഹ്യനീതിയും മനുഷ്യനന്മയും. വിഷുക്കണി നൽകുന്ന സന്ദേശം. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിട എന്ന കാവ്യസമാഹാരത്തിലെ ശ്രദ്ധേയമായ കവിതയാണ് വിഷുക്കണി. കേവലം ഒരു ആഘോഷത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്നതിലുപരി സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വങ്ങളെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചുമുള്ള ഗൗരവകരമായ ആലോചനകളാണ് ഈ കവിത പങ്കുവയ്ക്കുന്നത്. ഒരു കൊച്ചു ബാലന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ കവിത മാനവികതയുടെയും തുല്യനീതിയുടെയും വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. വിഷുപ്പുലരിയിൽ അമ്മ വിളിച്ചുണർത്തി കണി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബാലനായ കവി അബദ്ധത്തിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. തൻ്റെ സമ്പന്നമായ തറവാട്ടിൽ ഐശ്വര്യം തുളുമ്പുന്ന കണിയൊരുങ്ങുമ്പോൾ പുറത്തെ ഗ്രാമത്തിലെ കൂരകളെല്ലാം കൂരിരുട്ടിൽ മയങ്ങുകയാണെന്ന സത്യം അവൻ തിരിച്ചറിയുന്നു. തൻ്റെ ചങ്ങാതിമാരുടെ വീടുകളിൽ വെളിച്ചമില്ലെന്ന യാഥാർത്ഥ്യം കണി കണ്ടുകൊണ്ടിരിക്കുന്ന ബാലൻ്റെ മനസ്സിൽ ഇരുട്ട് നിറയ്ക്കുന്നു. ഒരു വിഭാഗം ആഘോഷങ്ങളിൽ തിമിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം ദാരിദ്ര്യത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്നത് സാമൂഹ്യനീതിയുടെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മി ഉദാരതയുടെ പര്യായമാണ് എന്ന് കവി നിരീക്ഷിക്കുന്നു. അധ്വാനിക്കുന്നവന്റെ വിയർപ്പു നീരാഴിയിൽ നിന്നാണ് ഐശ്വര്യം പിറവിയെടുക്കുന്നത്. കരിമണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ വിയർപ്പാണ് പത്തായങ്ങളിൽ സമൃദ്ധി നിറയ്ക്കുന്നത്. എന്നാൽ ആ സമൃദ്ധി ഏതാനും ചിലരുടെ ചെറുവട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നീതിയല്ല. ഐശ്വര്യദേവതയെ ഇത്തരത്തിൽ ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ തളച്ചിടുന്നത് അവളെ തരം താഴ്ത്തുന്നതിന് തുല്യമാണെന്ന് കവി പരിതപിക്കുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് സമ്പന്നർ നൽകുന്ന പിച്ച കൈനീട്ട വെള്ളിക്കാശുകൾ യഥാർത്ഥ പരിഹാരമല്ല. ഇത് സമ്പന്നരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു കാപഢ്യം മാത്രമാണ്. ഉള്ളവർ ഉള്ളവരായി തുടരുകയും ഇല്ലാത്തവർ എറിഞ്ഞു കിട്ടുന്ന തുട്ടുകളിൽ താൽക്കാലികമായി സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥ മാറണം. സാമൂഹിക വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ മാത്രമേ യഥാർത്ഥ സാമൂഹ്യ നീതി നടപ്പാവുകയുള്ളൂ. വീടുതോറുമേ കണി നിരന്നിട്ട് അതിൽ വിളയാടുമോ നീ എന്ന ചോദ്യത്തിലൂടെ എല്ലാ വീടുകളിലും ഒരുപോലെ ഐശ്വര്യം എത്തണമെന്ന് കവി ആഗ്രഹിക്കുന്നു. ചെളിയിൽ നിന്ന് താമരപ്പൂക്കൾ വിരിയുന്നത് പോലെ ദാരിദ്ര്യത്തിന്റെ ഇരുൾപ്പരപ്പിലും ഐശ്വര്യത്തിന്റെ വെളിച്ചം വരണമെന്നാണ് കവിയുടെ സ്വപ്നം. ജാതി മത സാമ്പത്തിക ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒരേപോലെ സന്തോഷം അനുഭവിക്കുന്ന ഒരു പുലർക്കാലം വരുമെന്ന് കവി പ്രത്യാശിക്കുന്നു. മറ്റുള്ളവരുടെ വേദന തൻ്റേതായും കാണുന്നിടത്താണ് മനുഷ്യനന്മ ആരംഭിക്കുന്നത്. ആഘോഷങ്ങളിൽ മതിമറക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ ദാരിദ്ര്യം കൂടി പരിഗണിക്കുന്ന ബാലന്റെ മനസ്സ് ജനാധിപത്യ ബോധത്തിന്റെ പ്രാഥമിക പാഠമാണ്. ലോകത്തെമ്പാടും പട്ടിണിയും യുദ്ധങ്ങളും അസമത്വങ്ങളും തുടരുമ്പോൾ വൈലോപ്പിള്ളിയുടെ വിഷുക്കണി വിഭാവനം ചെയ്യുന്ന സമത്വസുന്ദരമായ ലോകം ഇന്നും പ്രസക്തമായ ഒരു സന്ദേശമായി നിലകൊള്ളുന്നു. എല്ലാ വീടുകളിലും കണി നിരക്കുന്ന എല്ലാവർക്കും അന്നപൂർണയായ ദേവി തുണയാകുന്ന ഒരു നവലോകം സൃഷ്ടിക്കപ്പെടുക എന്നതാണ് കവിത നൽകുന്ന ആത്യന്തികമായ സാമൂഹ്യ ദർശനം.